ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചുരിദാറിൻ്റെ പാൻറ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്നത് പോലെ ഒരു പാൻറ് നമുക്ക് സൈഡിൽ പ്ലീറ്റുള്ള ഒരു പാൻറ് തയ്ക്കാം. അതിന് ആവശ്യമായ തുണി എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ്. ഈ തുണി 2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 36 ഇഞ്ച് വീതിയേ ഉള്ളൂ. നമുക്കിങ്ങനെ ഒരു പാൻറ് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഈ 10-20 മിനിറ്റ് കൊണ്ട് വെട്ടി തയ്ക്കാം ഇത്തിരി പാൻറ്റുകൾ. അപ്പോൾ എൻ്റെ തുണി എടുത്തിട്ട് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കുവശം നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കും വെച്ചുകൊണ്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. ഫോൾഡിങ് സൈഡ് എൻഡിലായിട്ടാണ്, താഴ്ഭാഗത്തായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഭാഗം വെട്ടിയെടുക്കാനായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ക്രോച്ച് ലെന്ത് നമ്മൾ ഇതിൽ വെട്ടുന്നത് 7 ഇഞ്ചും 2 ഇഞ്ച് അകലവുമാണ്. ഇറക്കം 7 ഇഞ്ചും 2 ഇഞ്ച് അകലവും. കാരണം മേളിലൊരു 50 ഇഞ്ചോളം നമുക്ക് തുണി പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂടുമ്പോൾ ഇതൊരു 15 ഇഞ്ചോളം ക്രോച്ച് ലെന്ത് വരും. നമുക്ക് 12 ഇഞ്ച് വീതി മതി പാൻറ്റിന്, ഒരു സൈഡ് കേട്ടോ, 4-1 സൈഡ്. ബാക്കി സൈഡ് നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും മാത്രം മതി. അവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ പ്ലീറ്റ് ഇടാനായിട്ടാണ്. ഇങ്ങനെ ചരിഞ്ഞൊക്കെ തുണി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളയണം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് എത്രയാണ് ഇറക്കം വേണ്ടിയെന്ന് വെച്ചാൽ എടുക്കാം. ഒരു സാധാ ഓർഡിനറി പാൻറ്റാണിത്. സാധാരണ ചുരിദാറിനൊക്കെ ഇടുന്ന ഒരു പാൻറ്റ്. ഇതിൻ്റെ ഇറക്കം നോക്കുമ്പം വെളിയിൽ നമ്മൾ ഇറക്കം എടുക്കുമ്പം 37 ഇഞ്ചോളമാണ് നമ്മളെടുക്കുന്നത്. 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് അല്ലെ 2 ഇഞ്ചോളം നമ്മൾ മടക്കി അടിക്കാനായിട്ട് എടുക്കും. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 7 ഇഞ്ച് എടുക്കുകയും 6 ഇഞ്ച് മതി നമുക്ക് ആക്ച്വലി തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ 7 ഇഞ്ചാണ് താഴ്ഭാഗത്ത് കാലിൻ്റെ ഭാഗത്ത് വീതിയായിട്ട് എടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചൊരു വര കൊടുക്കണേ, നമ്മൾ മടക്കി അടിക്കാൻ. അത് ആ ക്രോച്ചിൻ്റെ അവിടെ എൻഡ് വരെ നമ്മൾ അതേ ലെവലിൽ തന്നെ ഇങ്ങി പോരണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനലിൻ്റെ പേര് ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷൻസ് എന്നാണ്. ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷൻസ് സെർച്ചിൽ പോയി നോക്കിയാൽ കിട്ടും. നമുക്ക് വെട്ടിയെടുക്കാൻ തുണിയെ ക്രോച്ച് എടുത്ത് വെട്ടി, പിന്നെ താഴേക്ക് കാലിൻ്റെ ഇത് ആക്ച്വലി 2 ഭാഗമാണിത്. ഒന്ന് മേളത്തെ ഭാഗവും ഒന്ന് താഴത്തെ ഭാഗവുമായിട്ടാണ്. ഈ ഭാഗത്താണ് പ്ലീറ്റ് വരുന്നത്. നമ്മൾ ആദ്യത്തെ വെട്ടി മടക്കി മാറ്റി വെക്കുന്നു. പിന്നെ നമുക്ക് മുകളിലുള്ള ബെൽറ്റിൻ്റെ ഭാഗം വെട്ടിയെടുക്കുക. അതിന് ബാക്കി ഇത്രയും തുണിയേ ഉള്ളൂ. നമുക്ക് ആ തുണി വെച്ച് വേണം നമുക്ക് ബെൽറ്റിനുള്ള ഭാഗം വെട്ടിയെടുക്കാനായിട്ട്. അതിന് നമ്മൾ 9 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. 9 ഇഞ്ച് വീതി. 1 ഇഞ്ച് മേളിൽ 1.5 ഇഞ്ചോളം മേളിൽ തയ്യൽ മടക്കി പടിയടിക്കാനായിട്ട് പോകും. താഴത്തെ സ്റ്റിച്ചും എല്ലാം കൂടെ പോയി കഴിയുമ്പോൾ ഒരു 8 ഇഞ്ച് 7-8 ഇഞ്ചോളമേ ബാക്കി കാണത്തുള്ളേ. അപ്പോൾ നമ്മൾ ഇതിൽ 9 ഇഞ്ചാണ് എടുക്കുന്നത്. 9 ഇഞ്ച് വീതി എടുക്കുന്നു. അച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് 12 ഇഞ്ച് മതി. പക്ഷേ 12 2-3 2 ഇഞ്ചൂടെ കൂടുതലെടുത്താൽ മതി. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നേ. അതിന് ശേഷം ആ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുന്നു. ഇതിപ്പോൾ 15ഓളം ഇഞ്ചുണ്ട്. 15 വേണ്ട, ഒരു 12
12 പോരാ, 12-നൂടെ 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ടൂടെ വേണമേ. അപ്പോൾ 13 ഇഞ്ചോളം നമ്മൾ എടുത്താൽ മതി. ഇതിപ്പോൾ 4 പീസുണ്ട് കേട്ടോ, ഒരു പീസല്ല, ഇത് 4 പീസുണ്ട്. എൻ്റെ ഇതിങ്ങനെ പൈപ്പിങ് വെക്കാനായിട്ട് താഴ്ഭാഗം സ്റ്റിച്ചിങ്ങിന് പോകും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോച്ചിട്ട് കൊടുക്കും. ഈ കളറാണ് ആക്ച്വലി തുണിയുടെ കളർ കേട്ടോ. മറ്റേ ലൈറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ക്യാമറയുടെ ഇതുകൊണ്ടാണോ ഒരു പച്ച കളർ പോലെ, ഗ്രീൻ കളറ്. പക്ഷേ ഇതാണ് ചാണകപ്പച്ച പോലൊരു കളറാണ്. മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ പാടിയുടെ ബെൽറ്റിൻ്റെ തുണി 2 പീസാണല്ലോ, അത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. 2 പീസും കൂടെ 2 സ്റ്റിച്ച് തന്നെ ജോയിൻ ചെയ്യുമ്പോഴേ ഞാനിതിൽ ഓവർലോക്കും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രണ്ടിലത്തെ പടി, അതിനപ്പം നമ്മൾ മടക്കി അടിക്കുമ്പോൾ പൈപ്പ് നമുക്കൊരു വള്ളി ഇട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നത് 1 ഇഞ്ചോളമാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു ഹോള് പോലെ വരണം. അപ്പം നമ്മൾ ആദ്യം 1 ഇഞ്ചോളം അകലത്തിലാണ് തയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് 1 ഇഞ്ച് കഴിഞ്ഞ് വിട്ട് വേണം 2 മാർക്കിട്ട് അവിടെ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ലോക്ക് ഇടുകയാണ്. തയ്ച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ലോക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞാൽ വള്ളി ഇട്ട് കൊടുക്കാനായിട്ട്, കെട്ടാനുള്ള വള്ളി ഇട്ട് കൊടുക്കത്തില്ലേ, അതിന് താഴ്ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്യുന്നു. തയ്ച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ആർക്കും ചെയ്യാവുന്നൊരു ചുരിദാറിൻ്റെ പാൻറ്റാണ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാം. ഉണ്ട്, ഈ ഇത്രയും ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിട്ടിട്ടില്ല, ആ മാർക്കിങ് കണ്ടില്ലേ അവിടെ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒന്നുകൂടെ മടക്കി അടിക്കുക. കാരണം അരിക് കാണാൻ പാടില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമല്ലേ അത്, ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോള് കണ്ടോ, അവിടെ കൂടാണ് നമ്മൾ ഇതിനൊക്കെ ടൈ ചെയ്യാനുള്ളതായി ടൈ ഇട്ട് കൊടുക്കുന്നത്, വള്ളി ഇട്ട് കൊടുക്കുന്നത്. ഈ ചാനൽ കാണുന്നവർ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതിപ്പം എൻ്റെ ചാനലിൽ അനേകം വീഡിയോകളിലിട്ട് നൈറ്റ് തയ്ക്കുന്നതും ഫ്രോക്ക് തയ്ക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അതുപോലെ തന്നെ നൈറ്റി മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാരുണ്ട്, അത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരുണ്ട്, കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് പോസ്റ്റൽ വഴിയോ DTDC വഴിയോ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ പടിയടിക്കുകയാണ്, 1 ഇഞ്ച് പടിയടിക്കുന്നു. തേരുവശമായതുകൊണ്ട് നമ്മൾ മടക്കാതെയാണ് അടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ സ്വല്പം മടക്കിയാണ് അടിച്ചത്. അത് നമ്മൾ ഓവർലോക്ക് ചെയ്തു. അപ്പം നമ്മൾ ആ ടോപ്പ് ഭാഗം, ആ ബെൽറ്റിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് കാലിൻ്റെ ഭാഗമാണ്. അതിനായിട്ട് നമ്മൾ തുണിയെടുത്ത് നിവർത്തി, അപ്പോൾ കാലിൻ്റെ ഭാഗം നമ്മൾ താഴ്വശം മടക്കി അടിക്കണമല്ലോ. സാധാരണ ഇതിനൊരു ടേപ്പുണ്ട്, ആ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. അതിന് പക്ഷേ ഇച്ചിരി വീതി കൂടുതലായതുകൊണ്ട് ഞാൻ ടേപ്പ് വെക്കാതെയാണ് അടിക്കുന്നത്. അപ്പോൾ ഒന്ന് ആദ്യം അകത്തേക്ക് മടക്കി പിന്നെ അതേ വീതിക്ക് തന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് വേണം തയ്ക്കാൻ, അല്ലെ കട്ടി കാണത്തില്ല. നിങ്ങളൊന്ന് സ്റ്റിച്ചിടുകയാണേ. ഇത് ഈ കാലിൻ്റെ ആ താഴ്ഭാഗം വരുന്നുണ്ടെങ്കിൽ അതെവിടെ പലതരത്തിലുള്ള ഡിസൈൻ പോലെ നമുക്ക് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കാം. അതപ്പോൾ സ്ട്രോങ് ആയിട്ടിരുന്നോളും, അടിഭാഗം കീറിപ്പോകത്തില്ല. വീണ്ടും ഒന്നുകൂടെ തയ്ക്കുന്നു. നമ്മുടെ ഐഡിയ പോലെ നമ്മളിത് സ്റ്റിച്ചിടുക. ഇത്തിരി കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞ പ്രകാരം ചെയ്യുകയാണ്. നമ്മൾ ഡിസൈൻ ഇടാനായിട്ട് ഇങ്ങനെ കർവായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് സെൻറ്ററിൽ മടക്കി എല്ലായിടത്തും മാർക്ക് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് ആ കർവ് ഇൻറ്റു പോലെ വരും, ഡിസൈൻ പോലെ.
അപ്പോൾ അങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതിൽ കാണുന്ന പോലെ അങ്ങ് തയ്ച്ചാൽ മതി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പോൾ 2 കാലും ഇതേപോലെ തന്നെ തയ്ച്ച് നമ്മളെടുക്കണം. എന്നാൽ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണും. ചെറിയൊരു ഡിസൈൻ പോലെ വരും. നമ്മൾ കാലുകൾ തമ്മിൽ അതിൻ്റെ ക്രോച്ചുകൾ തമ്മിൽ 2 പീസിൻ്റെ ഒരേപോലെ തയ്ക്കുകയാണ്. ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗം ഒന്നിച്ചിരിക്കത്തക്കത് വെച്ച് അങ്ങനെ ഒരു 1/2 ഇഞ്ചോളം വീതിക്ക് തയ്ച്ചെടുത്തിട്ട് ഓവർലോക്ക് ചെയ്ത ഭാഗമാണിത്. അപ്പം ഇനി കാലുകൾ തമ്മിൽ ചേർക്കാം. ആദ്യം നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗം രണ്ടും കൂടെ ഒരേ സ്റ്റിച്ച് ഇതിലിരിക്കുന്ന തയ്യൽ തുമ്പും കൂടെ ഒന്നിച്ച് ഒരേ ഇതിൽ വെച്ച് പിന്നെ കുത്തിയതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് കാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് വീതിക്ക് തയ്ച്ച് തുടങ്ങണം. തയ്ക്കുമ്പോഴൊക്കെ കെട്ടിയിട്ട് വേണം തയ്ക്കാൻ, ബാക്ക് സ്റ്റിച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് വലിക്കരുത് ഒരിക്കലും കാലിൻ്റെ ഭാഗം. എന്താണെന്ന് വെച്ചാൽ ക്രോസ് പോലെയാണ് അതിൻ്റെ കട്ടിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വലിഞ്ഞു പോകും. അതുകൊണ്ട് വലിക്കാതെ വേണം, വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. അതുപോലെ ക്രോച്ചിൻ്റെ ഭാഗം വരുന്നതാണ് നമ്മൾ 2-3 സ്റ്റിച്ച് അവിടെ കൂടുതലിട്ട് കൊടുക്കണം. ബാക്ക് സ്റ്റിച്ച് അടിച്ചേ. ഈ ഭാഗങ്ങൾ 2 തവണ സ്റ്റിച്ചിട്ട് കൊടുക്കുക. 2-3 വട്ടം സ്റ്റിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിതിൽ 2 തവണ തയ്യലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഓവർലോക്കും ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ ഓവർലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കാലിൻ്റെ ഭാഗത്ത് ബെൽറ്റുമായി അറ്റാച്ച് ചെയ്യുകയാണ്. ബെൽറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. അതിലോട്ട് നമ്മൾ കാലിൻ്റെ ഭാഗത്ത് ഇതിനോട് വെച്ച് പിൻ ചെയ്യുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡ് എടുക്കുന്നു. ബാക്ക് സൈഡും അത് ബെൽറ്റിൻ്റെ ഭാഗവും പാൻറ്റിൻ്റെ പോർഷനും ഒരേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സൈഡിലും ഈക്വലായിട്ട് വരും. നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടില്ല, ഇനിയാണ് തയ്ച്ചു കൊടുക്കുമ്പോഴാണ്, അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് പ്ലീറ്റ്. എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വശത്ത് നമ്മൾ കണ്ടോ നോച്ചിട്ട് കൊടുത്തില്ല, ആ നോച്ചും ബെൽറ്റിൻ്റെ ഭാഗവും കൂടെ സൈഡ് ഭാഗത്തെ അവിടെയും പിന്നു കുത്തണം. അപ്പം 4 പോർഷനിലും 4 ഭാഗങ്ങളിലും ഒരേ അളവിൽ തുണി കിട്ടും. അപ്പം നമുക്ക് ഈക്വലായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ ഒരു സൈഡിൽ കുറഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ചോളം വീതിക്ക് തയ്ച്ചു വിടാം. ആദ്യം ആ ഫ്രണ്ട് ഭാഗത്തുനിന്ന് തയ്ച്ച് തുടങ്ങി സൈഡിൽ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഒരു 2-3 പ്ലീറ്റേ വരത്തുള്ളൂ. അത് കൂടുതൽ, കാരണം ഇതിനധികം വീതിയുള്ള തുണി നല്ല തുണിയാണെങ്കിലും ഇതിന് വീതി കുറവുള്ള തുണിയാണ്. ഇത് പ്യുവർ കോട്ടൺ എന്ന് പറയുന്നത്. ഇതൊരു ഭയങ്കര വിലയാണ് ഇതിന്. പക്ഷെ തുണി നല്ല സ്റ്റഫാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിലൊന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് 2 തവണ അവിടെയും സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പാൻറ്റ് നമ്മൾ പിന്നീട് ഓവർലോക്ക് ചെയ്യുന്നു. സൈഡ് സ്റ്റിച്ച് തയ്യൽ തുമ്പുകളെല്ലാം ഓവർലോക്ക് ചെയ്യുന്നു. അതോടെ ഈ പാൻറ്റിൻ്റെ തയ്യൽ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു വള്ളി കൂടി ഇട്ട് കൊടുത്താൽ മതി.
അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവന് വേണ്ടി തന്നെ ഒന്ന് തയ്ച്ചിടാവുന്നതേ ഉള്ളൂ ഇത്. അപ്പം നിങ്ങളെല്ലാവരും മറന്നു പോകാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ടേക്കണം. എന്നാലേ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തൊരു കമൻറ്റ് കൂടെ വിട്ടേക്കണേ. പലരും ലൈക്കൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിട്ട്. അങ്ങനെ ചെയ്യരുത്. തുറന്നു നോക്കിയത് അതൊന്ന് വാച്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം പോകാൻ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വീണ്ടും കിട്ടാനായിട്ടാണ്. അപ്പം ചാനൽ വാച്ച് ചെയ്തതിന് ഒത്തിരി നന്ദി. ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.